പറയും ആള് എന്റെ മാമൻ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന് അടിച്ചുള്ള ആളാണ്. കരങ്ങാട്ടൂർ സ്റ്റേഷനിൽ 5 തവണ പിടിച്ചിട്ടുണ്ട്. കോട്ടയത്ത് എക്സൈസ് ഓഫീസ് വരെ കൊണ്ടിട്ടുള്ള ആളാണ്. ഞാൻ പോയിട്ടുമുണ്ട്. ഇപ്പോഴും അതിന് അടിമയായിട്ട് പോയി. ഞാൻ പറഞ്ഞ അനുസരിക്കുക, ഒരു നിവൃത്തിയില്ലാതെ വേദനയായിട്ട് കഴിക്കുന്ന ഒരാളാണ്. ഈ കൊറലങ്ങാട്ട് വെച്ച് ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ഈ ലോകം അറിയില്ല ഒരിക്കലും. ഇപ്പോഴും ഇന്നലെയും വന്നിട്ട് മയക്കുമരുന്ന് വേണമെന്നും പറഞ്ഞ് കുത്തുകയാണ്. മയക്കുമരുന്നാണോ എനിക്കറിയില്ല, കുത്തുകയാണ്. ഇപ്പോഴും വീട്ടിൽ ഈ കുത്തുകയും കഴിച്ച് കിടന്ന് ഓർമ്മ. അപ്പം ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ആൾക്കാരെ മനസ്സിലാക്കി തരാനായിട്ട് എനിക്കിതൊരു അവസരമുണ്ടെന്നുള്ളതാണ്. നാളെ മരിച്ചു പോയാലും എനിക്ക് യാതൊരു കൊണ്ട് സങ്കടങ്ങളും ഇല്ലാതെ ഈ കൊറലങ്ങാട്ട് ബെനിഫിഷ്യറി എന്ന് ഞാൻ പറയും. എത്രയോ പിള്ളേരായി മൈക്ക് ഇഞ്ചക്ഷനായിട്ട് പോകണം, കഞ്ചാവുമായിട്ട് പോകും. ഇത് ഈ സമൂഹം അറിയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അനുസരിക്കൽ എന്നെ കൊല്ലാൻ പറ്റും. നിർവാഹകർ കൊണ്ട് ജീവിച്ചു പോകുന്നുള്ള മാത്രമേ. ആരായിരിക്കും ചേട്ടൻ അതിന്റെ ഉത്തരവാദി? ഈ മകന്റെ കയ്യിലേക്ക് ഈ സാധനം വരാൻ ആരാണ് ഉത്തരവാദി? ഇതിന്റെ കയ്യിലേക്ക് വരാനുള്ള ആൾക്കാരാരാണെന്ന് എനിക്കറിയില്ല. എനിക്ക് മലയാളം എഴുതാനും ഈ സംവിധാനങ്ങൾ ഒരു പക്ഷേ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാര സംവിധാനങ്ങളെ, ഭരണ സംവിധാനങ്ങളെ, പോലീസ് എക്സൈസ് സംവിധാനങ്ങള് അവർ ആത്മാർത്ഥത കാണിച്ചാൽ ചേട്ടന്റെ മകൻ ഇതുപോലെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു? ഇല്ല, ഒരിക്കലും എത്തിയല്ലായിരുന്നു. അപ്പം നമ്മളെ സംരക്ഷിക്കുന്നവർ തന്നെ അത് സംരക്ഷിക്കാതെ വരുന്നതിന് ഭാഗം കൂടെ ഉണ്ട് അല്ലേ? ഉണ്ട്, അത് 100% ഉണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ കാണിച്ചു കൊടുക്കുന്ന എന്തേരെ പിള്ളേരുണ്ട്. അതെ അതെ അതെ. ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഇപ്പം എന്റെ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇഞ്ചക്ഷൻ എടുക്കുന്ന പൂജി പോലും ഇത്രയും ലൈഫായിട്ടെന്നല്ല കാണുന്നത്. ഈ കൊല്ലങ്ങാട്ട് പട്ടണത്തിൽ നിന്നല്ലേ സംസാരിക്കുന്നത്. പഠിക്കായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ 10ന് ജയിച്ചു. +1 കൊണ്ട് ചേർത്ത്. അവിടെ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റുമാൻ്റെ ഐറ്റിയം കൊണ്ട് ചേർത്ത് 10 ദിവസം പോയി. അവിടുന്ന് പോയില്ല. ഇങ്ങനെ ഒന്ന് വളരെയേറെ ക്ലാസ്സിൽ ഞാൻ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഒരു മകനം കഴിച്ച് ഞാനൊന്നല്ല, എൻ്റെ വീട്ടിലൊരു ചേട്ടനുണ്ട്, അനിയനുണ്ട്. ഇവരെല്ലാം പേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഇവന്റെ എപ്പോഴും പയ്യന് നമ്മുടെ മകനാണെങ്കിൽ എത്ര വയസ്സുണ്ട്? അവന് 17 വയസ്സ് ഇന്നലെ തുടങ്ങിയിരിക്കുക. നോക്ക്, നമ്മളെ കേൾക്കുന്ന സമൂഹം ഒന്നും കേൾക്കില്ല. 17 വയസ്സെന്നൊരു കൊച്ചാണ്. ആ കൊച്ചിന്റെ ഒരു അച്ഛനാണ് ഈ വികാരപരമായിട്ട് ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാടിന്റെ മൊത്തം അവസ്ഥ. ഇതാ സ്വന്തം അച്ഛൻ പറയുക, എന്നെ അല്ല എന്റെ കുടുംബാംഗങ്ങളെ ഏത് നിമിഷവും എന്റെ മകൻ വേണമെങ്കിൽ ആക്രമിക്കാം, ഞങ്ങൾ ഭയപ്പാടോടെ കഴിയുന്നതാണ് ഈ ഒരു അച്ഛൻ. വളരെ വേദനയോടുകൂടി നമ്മൾ കാണുന്ന കേൾക്കുകയല്ലേ, വളരെ ഏറ്റവും ഹൃദയഭേദകമായ വേദനയോട് സംസാരിക്കുകയാണ്. എന്റെ മകൻ ഇതിന് അടിമപ്പെട്ടിരിക്കുന്നു, അതിന് ഉത്തരവാദി ഭരണ സംവിധാനങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടപടികളൊന്നും എടുക്കുന്നില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞില്ല.